ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4 ഇ-ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ചാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇന്ന് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ജുഡീഷ്യറി ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കും പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി മറക്കാതെ പ്രസ് ചെയ്ത് വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ എക്സിക്യൂട്ടീവ് ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്ക് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇന്ത്യൻ എക്സിക്യൂട്ടീവിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിൽ പ്രസിഡന്റും രാജ്യസഭയും ലോക്സഭയുമാണ് ഉള്ളത്. ഇന്ത്യൻ എക്സിക്യൂട്ടീവിന്റെ ഹെഡ് ആരാണ്? പ്രസിഡന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ എങ്ങനെയായിരിക്കും? എന്താണ് ഈ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ? ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗം പോലെ ഓരോ സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, അതായത് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം. ഓക്കെ, ഈ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ ഹെഡ് ആരായിരിക്കും? നമുക്ക് നോക്കാം. ദ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ലെവൽ എക്സിക്യൂട്ടീവ് ഇസ് ദ ഗവർണർ. ഗവർണർ ആണ് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. ഓക്കെ, അതായത് ഇന്ത്യ ആസ് എ ഹോൾ നമ്മൾ എടുക്കുമ്പോൾ പ്രസിഡന്റ് എന്താണോ ചെയ്യുന്നത് അതാണ് ഓരോ സംസ്ഥാനങ്ങളിലും അതാത് സംസ്ഥാനത്തെ ഗവർണർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഗവർണർ ആരാണെന്ന് മനസ്സിലായല്ലോ. The chief minister and his cabinet act as the real executives in the state. Head of the executive governor ആണെങ്കിലും യഥാർത്ഥ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ റിയൽ എക്സിക്യൂട്ടീവ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ചീഫ് മിനിസ്റ്ററും ക്യാബിനറ്റ് മിനിസ്റ്ററും. അത് നമ്മൾ ഇന്ത്യൻ എക്സിക്യൂട്ടീവ് പഠിച്ചപ്പോഴും പറഞ്ഞ കാര്യമാണ്. പ്രസിഡന്റ് ഹെഡ് ആണെങ്കിലും പ്രസിഡന്റിന്റെ ഫങ്ഷൻസ് എല്ലാം ആരിലൂടെയാണ് നടക്കുന്നത്? പ്രൈം മിനിസ്റ്ററും യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലൂടെയാണ് എല്ലാ ഫങ്ഷൻസും നടക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ് എടുക്കുമ്പോഴും. സ്റ്റേറ്റിൽ ഹെഡ് ഗവർണർ ആണെങ്കിലും ഫങ്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് നടന്നു പോകുന്നത് ആരിലൂടെയാണ്? ചീഫ് മിനിസ്റ്റർ ആൻഡ് ഹിസ് ക്യാബിനറ്റിലൂടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ രണ്ട് വിഭാഗങ്ങളെക്കുറിച്ച് ഓൾറെഡി പഠിച്ചു, അതായത് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും. ഇനി മൂന്നാമത്തെ വിഭാഗമാണ് ജുഡീഷ്യറി അല്ലെങ്കിൽ നീതിന്യായ വിഭാഗം. അപ്പോൾ എന്താണ് നീതിന്യായ വിഭാഗം അല്ലെങ്കിൽ എന്താണ് ജുഡീഷ്യറി, എങ്ങനെയാണ് ഇന്ത്യയിലെ ജുഡീഷ്യറി പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം നമുക്ക് വിശദമായി തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ there may arise disputes between individuals and government, between central and state government and among states on various issues. ഓക്കെ, എന്താണ് ഈ ഡിസ്പ്യൂട്ട്സ് എന്നാൽ? ഡിസ്പ്യൂട്ട്സ് എന്നാൽ തർക്കങ്ങളാണ്. ഇൻഡിവിജ്വൽസ് തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാം, ഇൻഡിവിജ്വലും ഗവൺമെന്റുമായിട്ട് തർക്കമുണ്ടാകാം, അല്ലെങ്കിൽ സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ തർക്കമുണ്ടാകാം, അതുപോലെ രണ്ട് സ്റ്റേറ്റ്സ് തമ്മിലും തർക്കമുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയെല്ലാം തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ തർക്കങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തുന്നത് ആരാണ്? ജുഡീഷ്യറിയാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ജുഡീഷ്യറി വിച്ച് റിസോൾവ്സ് ദീസ് ഡിസ്പ്യൂട്ട്സ്. റിസോൾവ്സ് എന്ന് വെച്ചാൽ പരിഹാരം കണ്ടെത്തുക. ഈ തർക്കങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തുന്നത് ആരുടെ ചുമതലയാണ്? ജുഡീഷ്യറിയുടെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ബൈ പണിഷിംഗ് ദ ഗിൽറ്റി ആൻഡ് പ്രൊട്ടക്ടിംഗ് ദ ഇന്നസെൻസ് ദ കോർട്സ് ഇംപ്ലിമെന്റ് ജസ്റ്റിസ്. എന്താണ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ? നീതി. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതിയാണ്. അപ്പോൾ കോർട്സ് എങ്ങനെയാണ് ജസ്റ്റിസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോടതികൾ എങ്ങനെയാണ് നീതി നടപ്പാക്കുന്നത്? ബൈ പണിഷിംഗ് ദ ഗിൽറ്റി ആൻഡ് പ്രൊട്ടക്ടിംഗ് ദ ഇന്നസെൻസ്. പണിഷിംഗ് ദ ഗിൽറ്റി എന്ന് പറഞ്ഞാൽ കുറ്റവാളികളെ ശിക്ഷിച്ചും പ്രൊട്ടക്ടിംഗ് ദ ഇന്നസെൻസ് എന്ന് പറഞ്ഞാൽ നിരപരാധികളെ സംരക്ഷിച്ചും എന്നാണ്. അപ്പോൾ കോടതികൾ നീതി നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്? ബൈ പണിഷിംഗ് ദ ഗിൽറ്റി ആൻഡ് പ്രൊട്ടക്ടിംഗ് ദ ഇന്നസെൻസ്. ഓക്കെ, ഇറ്റ് ഈസ് എ ജുഡീഷ്യറി വിച്ച് ഇന്റർപ്രറ്റ്സ് ദ ലോ പാസ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചർ നിർമ്മിക്കുന്ന നിയമത്തെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ആരാണ്? അല്ലെങ്കിൽ അതെന്താണ് എന്ന് പറഞ്ഞു തരുന്നത് ആരാണ്? ജുഡീഷ്യറിയാണ്. ഓക്കെ, നൗ ഫൈൻഡ് ഔട്ട് ദ സ്ട്രക്ചർ ഓഫ് ദ ജുഡീഷ്യറി ഇൻ ഇന്ത്യ ഫ്രം ദ ഗിവൺ ഡയഗ്രാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡയഗ്രാമിൽ നിന്നും നമുക്ക് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ടോപ്പിൽ വരുന്നത് സുപ്രീം കോർട്ടാണ്. ഇന്ത്യയിലെ നീതിന്യായ വിഭാഗത്തിൽ ഏറ്റവും ഉയർന്ന പൊസിഷൻ ആർക്കാണ്? സുപ്രീം കോർട്ടിനാണ്. സുപ്രീം കോർട്ട് ഇസ് ദ അപ്പെക്സ് കോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പരമോന്നത കോടതിയാണ് സുപ്രീം കോർട്ട്. ഓക്കെ, അധികാര പരിധി എവിടെയൊക്കെയാണ്?
ജുറിസ്ഡിക്ഷൻസ് ഓൾ ഓവർ ഇന്ത്യ. ഇന്ത്യ മുഴുവൻ അധികാര പരിധിയുള്ള കോടതിയാണ് സുപ്രീം കോർട്ട്. ഓക്കെ, സുപ്രീം കോർട്ടിന്റെ താഴെ വരുന്നത് ഹൈക്കോർട്സ് ആണ്. ഓരോ സ്റ്റേറ്റ്സിലും എന്തുണ്ടാവും? ഹൈക്കോർട്സ് ഉണ്ടാകും. ഹൈക്കോടതികൾ ഇല്ലാത്ത സ്റ്റേറ്റ്സും ഉണ്ട്, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഹൈക്കോർട്സ് ഓരോ സ്റ്റേറ്റിലുമാണ് ഉണ്ടാവുന്നത്. ഇറ്റ് ഹിയർ കേസസ് ദാറ്റ് arise in the states. ഓരോ സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്ന കേസസ് ഹിയർ ചെയ്യുന്നത് ആരാണ്? ഹൈക്കോർട്സ് ആണ്. ഓക്കെ, ഇനി ഹൈക്കോർട്ടിന്റെയും താഴെ വരുന്നതാണ് ഡിസ്ട്രിക്ട് കോർട്സ്. ഡിസ്ട്രിക്ട് കോർട്സിന്റെ ഫംഗ്ഷൻ എന്താണ്? ഹിയേഴ്സ് കേസസ് ഇൻ ദ ഡിസ്ട്രിക്ട്. ഓരോ ജില്ലകളിലെയും കേസസ് ഹിയർ ചെയ്യുന്നത് ഡിസ്ട്രിക്ട് കോടതികളാണ്. ഓക്കെ, ഇനി അതിലും താഴെ വരുന്ന കോടതികളാണ് സബ് കോർട്ട്, മുനിസിഫ് കോർട്സ് ആൻഡ് മജിസ്ട്രേറ്റ് കോർട്സ്. ഈ 3 കോടതികളും എന്താണ് ചെയ്യുന്നത്? ഹിയർ താലൂക്ക് ലെവൽ കേസസ്, താലൂക്ക് തലത്തിലുള്ള കേസസ് ഹിയർ ചെയ്യുന്നതാണ് സബ് കോർട്ടിന്റെയും മുനിസിഫ് കോടതികളുടെയും മജിസ്ട്രേറ്റ് കോടതികളുടെയും ചുമതല. ഓക്കെ, അപ്പോൾ ആദ്യം സുപ്രീം കോർട്ട്, പിന്നെ ഹൈക്കോർട്ട്, അതിൻ്റെ താഴെ ഡിസ്ട്രിക്ട് കോർട്സ്, അതിൻ്റെയും താഴെയാണ് സബ് കോർട്ടും മുനിസിഫ് കോർട്ടും മജിസ്ട്രേറ്റ് കോർട്സും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇന്ത്യയിലെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സുപ്രീം കോർട്ട് ഇസ് ദ അപ്പെക്സ് കോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പരമോന്നത കോടതിയാണ് സുപ്രീം കോർട്ട്. അപ്പെക്സ് കോർട്ട് എന്ന് പറഞ്ഞാൽ പരമോന്നത കോടതി. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജസിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണെന്ന് പ്രസിഡന്റിന്റെ ഫംഗ്ഷൻസിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ സുപ്രീം കോടതിയിൽ ആരൊക്കെയുണ്ട്? ചീഫ് ജസ്റ്റിസും ഉണ്ട്, മറ്റ് ജഡ്ജിമാരും ഉണ്ട്. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഓക്കെ, അറ്റ് പ്രസന്റ് സുപ്രീം കോർട്ട് ഹാസ് എ ചീഫ് ജസ്റ്റിസ് ആൻഡ് 30 ജഡ്ജസ്. ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിക്ക് ഒരു ചീഫ് ജസ്റ്റിസും 30 ജഡ്ജിമാരുമാണ് ഉള്ളത്. അപ്പോൾ ഈ ചീഫ് ജസ്റ്റിസിനെയും 30 ജഡ്ജിമാരെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ഇനി നമുക്ക് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് കേസസ് കൺസിഡേർഡ് ബൈ സുപ്രീം കോർട്ട്. ഫസ്റ്റ് വൺ, കേസസ് റിലേറ്റിംഗ് ടു വയലേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? മൗലിക അവകാശങ്ങൾ. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷനുമായി ബന്ധപ്പെട്ട കേസുകൾ സുപ്രീം കോടതി പരിഗണിക്കും. വയലേഷൻ എന്ന് പറഞ്ഞാൽ ലംഘനം. മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ സുപ്രീം കോടതി പരിഗണിക്കും. ഓക്കെ, നൗ ദ സെക്കൻഡ് വൺ ഇസ് കേസസ് ദാറ്റ് അറൈസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും തമ്മിലുണ്ടാവുന്ന കേസുകളും സുപ്രീം കോടതി പരിഗണിക്കും. ഓക്കെ, നൗ ദ തേർഡ് വൺ ഇസ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റുകൾ തമ്മിലുണ്ടാവുന്ന ഡിസ്പ്യൂട്ട്സും തർക്കങ്ങളും ആര് പരിഗണിക്കും? സുപ്രീം കോടതി പരിഗണിക്കും. ഓക്കെ, നൗ ഫോർത്ത് വൺ ഇസ് കേസസ് ദാറ്റ് റിക്വയർ ഇന്റർപ്രിട്ടേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിന്റെ ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആവശ്യമായ കേസുകളും ആര് പരിഗണിക്കും? സുപ്രീം കോടതി പരിഗണിക്കും. ആൻഡ് ഫൈനലി അപ്പീൽ കേസസ് ഫ്രം ഹൈക്കോർട്ട്. ഹൈക്കോടതിയിൽ നിന്ന് പോകുന്ന അപ്പീലുകളും എവിടെയാണ് ചെല്ലുന്നത്? സുപ്രീം കോടതിയിലാണ് ചെല്ലുന്നത്. അപ്പോൾ കേസസ് ഏതൊക്കെയാണ്? ഏതൊക്കെ കേസസ് ആണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷനുമായി ബന്ധപ്പെട്ട കേസുകൾ, സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും തമ്മിലുണ്ടാവുന്ന കേസുകൾ, സ്റ്റേറ്റ് ഗവൺമെന്റുകൾ തമ്മിലുണ്ടാവുന്ന കേസുകളും, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിന്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ ആവശ്യമായ കേസുകൾ, പിന്നെ ഏതാണ്? ഹൈക്കോടതികളിൽ നിന്ന് പോകുന്ന അപ്പീലുകളും ആര് കൺസിഡർ ചെയ്യും? സുപ്രീം കോടതി കൺസിഡർ ചെയ്യും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഇനി 2 കാര്യങ്ങൾ കൂടി ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കണം. അതായത് സുപ്രീം കോടതിയുടെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് HJ കനിയാണ്. ഓക്കെ, ഇന്ത്യയിലെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് HJ കനിയാണ്. അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് എന്ന് ചോദിച്ചാലും ഇന്ത്യയുടെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? HJ കനിയാണ്. ഓക്കെ, ഇനി നിലവിലത്തെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ ഹി ഈസ് ജസ്റ്റിസ് SA ബോബ്ഡെ. ഓക്കെ, SA ബോബ്ഡെ ആണ്. ഓക്കെ, BOBDE സ്പെല്ലിംഗ് ഓർത്ത് വെച്ചോളൂ. SA ബോബ്ഡെ ആണ് കറണ്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. കറണ്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എപ്പോൾ വേണമെങ്കിലും മാറാം. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരുന്നോണം. ചിലപ്പോൾ എക്സാം വരുന്ന സമയത്ത് ഈ പേര് തന്നെ ആയിരിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സുപ്രീം കോടതിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇനി സുപ്രീം കോടതിയുടെ താഴെ വരുന്ന കോടതിയാണ് ഹൈക്കോടതികൾ.
കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദാ ഈ കാണുന്നതാണ് കേരള ഹൈക്കോർട്ട്. കേരള ഹൈക്കോർട്ട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. ആരൊക്കെ കേരള ഹൈക്കോർട്ട് കണ്ടിട്ടുണ്ട്? ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈക്കോടതികളെ കുറിച്ച് ഇനി കൂടുതലായിട്ട് പഠിക്കാം. ഓരോ സംസ്ഥാനത്തെയും ഉന്നത കോടതിയാണ് ഹൈക്കോർട്ട്. ഓക്കെ, ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹൈക്കോർട്ട് ഇസ് ദ ഹയസ്റ്റ് കോർട്ട് ഇൻ എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിലെ ഏറ്റവും ഹയസ്റ്റ് കോർട്ടാണ് ഹൈക്കോർട്ട്. The High Court consists of the Chief Justice and such other judges appointed by the President. സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജസിനെയും അപ്പോയിന്റ് ചെയ്തിരുന്നത് പ്രസിഡന്റ് ആണ് അല്ലേ? അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റില് ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജസിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോവരുത്, ഗവർണർ അല്ല, പ്രസിഡന്റ് ആണ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും അതുപോലെ മറ്റ് ജഡ്ജസിനെയും അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഹൈക്കോർട്ടിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് സൂപ്പർവൈസസ് ദ വർക്കിംഗ് ഓഫ് ഡിസ്ട്രിക്ട് കോർട്സ് ആൻഡ് സബോർഡിനേറ്റ് കോർട്സ്. ഡിസ്ട്രിക്ട് കോടതികളുടെയും സബോർഡിനേറ്റ് കോടതികളുടെയും ജോലികളെ സൂപ്പർവൈസ് ചെയ്യുക, അതായത് ഒരു നേതൃത്വം കൊടുക്കുക, അവർ കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ആരുടെ ജോലി? ഹൈക്കോടതിയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹൈക്കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതാണ് ജുറിസ്ഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ട്. ആദ്യം തന്നെ ഗീവ് വേർഡിക്ട്സ് ഓൺ കേസസ് റിലേറ്റിംഗ് ടു വയലേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേർഡിക്ട്സ് പുറപ്പെടുവിക്കുക. വേർഡിക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരവാണ്. ഓക്കെ, അതിന്റെ ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഹൈക്കോടതിക്കുണ്ട്. ഇനി സെക്കൻഡ് വൺ, ഹിയേഴ്സ് സിവിൽ ആൻഡ് ക്രിമിനൽ അപ്പീൽ കേസസ് ഫ്രം ലോവർ കോർട്സ്. കീഴ്ക്കോടതികളിൽ നിന്നും അപ്പീലായിട്ട് വരുന്ന സിവിൽ ആൻഡ് ക്രിമിനൽ കേസസ് കേൾക്കാനായിട്ടുള്ള അധികാരവും ഹൈക്കോടതിക്കുണ്ട്. ഇനി ലാസ്റ്റ് വൺ, ഇന്റർപ്രറ്റ്സ് ലോ പാസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സ്റ്റേറ്റിലെ നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന നിയമങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യുക അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നതും ആരാണ്? ഹൈക്കോടതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹൈക്കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ചില സ്റ്റേറ്റ്സിന് സ്വന്തമായിട്ട് ഹൈക്കോടതികളില്ല. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്സ് ഹാവിംഗ് നോ ഹൈക്കോർട്സ്. ഹൈക്കോടതികൾ സ്വന്തമായിട്ട് ഇല്ലാത്ത സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു തരാം, നിങ്ങളും ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുക. ആൻസർ ഇതാണ്. ഫസ്റ്റ് വൺ അരുണാചൽ പ്രദേശ്, സെക്കൻഡ് വൺ ഗോവ, തേർഡ് വൺ മിസോറാം, ഫോർത്ത് വൺ നാഗാലാൻഡ്. ഓക്കെ, അരുണാചൽ പ്രദേശിനും മിസോറത്തിനും നാഗാലാൻഡിനും ഗുവാഹട്ടി ഹൈക്കോടതിയാണ്. അതുപോലെ ഗോവയ്ക്കും സ്വന്തമായിട്ട് ഒരു ഹൈക്കോടതി ഇല്ല. ഗോവയിൽ വരുന്ന കേസസ് എല്ലാം പരിഗണിക്കുന്നത് ബോംബെ ഹൈക്കോർട്ടിലാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ലോക് അദാലത്ത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലോക് അദാലത്ത് എന്ന് അല്ലേ? അപ്പോൾ ഗവൺമെൻറ് ഹാസ് ടേക്കൺ സർട്ടൻ സ്റ്റെപ്സ് ടു എൻഷുവർ ജസ്റ്റിസ് അഫോർഡബിൾ ടു ദ പുവർ ആൻഡ് ഓർഡിനറി മാൻ. സാധാരണക്കാരായ ആളുകൾക്ക് ജസ്റ്റിസ്, നീതി നടപ്പിലായി കിട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം ഈസ് ലോക് അദാലത്ത്. അങ്ങനെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലോക് അദാലത്ത് എന്ന് പറയുന്നത്. ലോക് അദാലത്ത് എന്ന് പറഞ്ഞാൽ പീപ്പിൾസ് കോർട്ട് എന്നാണ് അർത്ഥം. ലോക് അദാലത്ത് മീൻസ് പീപ്പിൾസ് കോർട്ട്, ജനങ്ങളുടെ കോടതി. ഓക്കെ, ഇറ്റ് ഈസ് എ ജുഡീഷ്യൽ സിസ്റ്റം വിച്ച് ഇസ് വോളണ്ടറി ഇൻ നേച്ചർ. വോളണ്ടറി ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വതന്ത്രമായ സ്വഭാവമുള്ള ഒരു ജുഡീഷ്യൽ സിസ്റ്റമാണ്, ഒരു നീതിന്യായ വ്യവസ്ഥയാണ് എന്ത്? ലോക് അദാലത്ത് എന്ന് പറയുന്നത്. ക്ലയൻസ് ഡിസൈറസ് ഓഫ് ഡിസ്പോസിംഗ് ദെയർ കേസസ് ക്യാൻ അപ്രോച്ച് ദ ലോക് അദാലത്ത്. അതായത് കക്ഷികൾക്ക് ഇപ്പോൾ അവരുടെ കേസ് ഒത്തുതീർപ്പാക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ലോക് അദാലത്തിനെ സമീപിക്കാവുന്നതാണ്. ഇനി ലോക് അദാലത്ത് എങ്ങനെയാണ് ഈ കേസുകളെ ഒത്തുതീർപ്പാക്കുന്നത്? നമുക്ക് നോക്കാം. വിച്ച് വിൽ പെർഷ്വേഡ് ദം ടു ഡിസ്പോസ് ദ കേസസ് ത്രൂ നെഗോഷിയേഷൻ ആൻഡ് മ്യൂച്വൽ എഗ്രിമെന്റ്. അതായത് ലോക് അദാലത്ത് എന്ത് ചെയ്യും? കക്ഷികളെ എന്തിനു വേണ്ടി പ്രേരിപ്പിക്കും? ഈ കേസസ് എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കാനായിട്ട് പ്രേരിപ്പിക്കും. ഏത് രീതിയിൽ? എന്തെങ്കിലും വിട്ടുവീഴ്ചയിലൂടെയോ അല്ലെങ്കിൽ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റിന്റെ പേരിലോ. നെഗോഷിയേഷൻ എന്ന് വെച്ചാൽ വിട്ടുവീഴ്ചയാണ്. അതുപോലെ മ്യൂച്വൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കക്ഷികളും തമ്മിൽ ഒരു തീരുമാനമെടുത്ത് അങ്ങനെ ഒത്തുതീർപ്പാക്കാനായിട്ട് ആര് പ്രേരിപ്പിക്കും? ലോക് അദാലത്ത് പ്രേരിപ്പിക്കും. ഓക്കെ, ദ എയിം ഓഫ് ലോക് അദാലത്ത് ഈസ് ടു സെറ്റിൽ ദ കേസസ് വിത്തൗട്ട് എനി ഡിലേ.
വലിയ കാലതാമസമൊന്നുമില്ലാതെ തന്നെ കേസസ് എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പ് ആക്കുക എന്നുള്ളതാണ് ലോക് അദാലത്തിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് കോടതികളിൽ ഇങ്ങനെ കയറി ഇറങ്ങി ഒരുപാട് സമയമൊന്നും എടുക്കാതെ തന്നെ ലോക് അദാലത്തിലൂടെ അല്ലെങ്കിൽ ജനങ്ങളുടെ കോടതിയിലൂടെ കേസുകൾ ഒത്തുതീർപ്പാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സുപ്രീം കോടതിയെക്കുറിച്ചും ഹൈക്കോടതിയെക്കുറിച്ചും പഠിച്ചു. ഇനി ഹൈക്കോടതിയുടെയും കീഴിൽ വരുന്ന കോടതികളാണ് സബോർഡിനേറ്റ് കോർട്സ്. ഓക്കെ, സബോർഡിനേറ്റ് കോർട്സിൽ ഏതൊക്കെ കോടതികൾ വരും? സബോർഡിനേറ്റ് കോർട്സ് കൺസിസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട് കോർട്സ്, സബ് കോർട്സ്, മുൻസിഫ് കോർട്സ് ആൻഡ് മജിസ്ട്രേറ്റ് കോർട്സ്. ഡിസ്ട്രിക്ട് കോടതികളും സബ് കോടതികളും മുനിസിഫ് കോടതികളും മജിസ്ട്രേറ്റ് കോടതികളുമാണ് സബോർഡിനേറ്റ് കോർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ ഗീവ് വേർഡിക്ട്സ് ഓൺ സിവിൽ ആൻഡ് ക്രിമിനൽ കേസസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിവിൽ ആൻഡ് ക്രിമിനൽ കേസസിൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ആരാണ്? സബോർഡിനേറ്റ് കോർട്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പഠിച്ചത്? ഗവൺമെന്റിന്റെ 3 വിഭാഗങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലെ. ഈ 3 വിഭാഗങ്ങളെ 3 ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് എന്നും പറയും. അതായത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ജുഡീഷ്യറിയിലാണ് സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും സബോർഡിനേറ്റ് കോർട്സും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഗവൺമെന്റ് ഇഫക്റ്റീവ് ആണ് എന്ന് പറയണമെങ്കിൽ ഈ 3 ഓർഗൻസ് ഓഫ് ഗവൺമെന്റ്, അതായത് നിയമനിർമ്മാണ വിഭാഗവും കാര്യനിർവഹണ വിഭാഗവും നീതിന്യായ വിഭാഗവും, ഇത് 3ഉം കറക്റ്റായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഗവൺമെന്റ് ഇഫക്റ്റീവ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ 3 ഓർഗൻസ് ഓഫ് ഗവൺമെന്റിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാലും എന്ത് തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്? ഈ 3 വിഭാഗങ്ങളെ കുറിച്ച് തന്നെയാണ് കേട്ടോ. ഓർഗൻസ് എന്ന് കേൾക്കുമ്പോൾ അറിയില്ല എന്ന് പറയരുതേ. ഓക്കെ, അപ്പോൾ നമ്മുടെ അവർ ഗവൺമെന്റ് എന്ന ചാപ്റ്റർ ആക്ച്വലി കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഈ ചാപ്റ്ററിന്റെ സമ്മറി കൂടി ഒന്ന് നോക്കിയേക്കാം. First point, the government has 3 organs. They are legislature, executive and judiciary. Now the second point is legislature makes law. Legislature നിയമം നിർമ്മിക്കും. Okay, executive implements law. നിയമം നടപ്പിലാക്കുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ് ആണ്. ജുഡീഷ്യറി interprets law. നിയമം വ്യാഖ്യാനിക്കുന്നതാണ് ജുഡീഷ്യറിയുടെ function. Okay, now the third point is central legislature in India is known as the parliament. ഇന്ത്യയിലെ സെൻട്രൽ ലെജിസ്ലേച്ചർ എന്നറിയപ്പെടുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. ഓക്കെ, പാർലമെന്റിൽ ഇനി ആരൊക്കെയുണ്ട്? പ്രസിഡന്റ്, ലോക്സഭ ആൻഡ് രാജ്യസഭ. ഓക്കെ, ലെജിസ്ലേഷൻ ഇസ് എ പ്രോമിനന്റ് ഫംഗ്ഷൻ ഓഫ് ദ പാർലമെന്റ്. പാർലമെന്റിന്റെ മെയിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രധാന ഫംഗ്ഷൻ എന്താണ്? ലെജിസ്ലേഷൻ ആണ്, അതായത് നിയമ നിർമ്മാണം. ഓക്കെ, along with legislation the parliament performs a number of other functions. പാർലമെന്റിന് ലെജിസ്ലേഷൻ കൂടാതെയും മറ്റ് ഫംഗ്ഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ് നേരത്തെ. ഓക്കെ, now the next point is the central executive consists of the president, vice president, പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. സെൻട്രൽ എക്സിക്യൂട്ടീവിൽ ആരൊക്കെയുണ്ട്? പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, പ്രൈം മിനിസ്റ്റർ ഉണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇൻ ഷോർട്ട് നമുക്ക് എങ്ങനെ പറയാം? പ്രസിഡന്റ്, രാജ്യസഭ, ലോക്സഭ. ഓക്കെ, now the next point is the governor, the chief minister and council of ministers are parts of state level executive. സ്റ്റേറ്റ് ലെവൽ എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ് ആരൊക്കെ? ഗവർണറും ചീഫ് മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഇസ് ദ ജുഡീഷ്യറി ഇൻ ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് സുപ്രീം കോർട്ട്, ഹൈ കോർട്ട്സ് ആൻഡ് സബോർഡിനേറ്റ് കോർട്ട്സ്. ഇന്ത്യയിലെ നീതിന്യായ വിഭാഗത്തിൽ ആരൊക്കെയാണുള്ളത്? സുപ്രീം കോടതി, ഹൈക്കോടതികൾ, പിന്നെ സബോർഡിനേറ്റ് കോടതികളും. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ഫ്ലോ ചാർട്ടിലും കൊടുത്തിരിക്കുന്നത്. ഗവൺമെന്റിന് 3 വിഭാഗങ്ങളുണ്ട്. ഫസ്റ്റ് വൺ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഓക്കെ, ലെജിസ്ലേച്ചർ സെൻട്രൽ ലെജിസ്ലേച്ചറും ഉണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും ഉണ്ട്. ഓക്കെ, സെൻട്രൽ ലെജിസ്ലേച്ചറിൽ ആരൊക്കെയുണ്ട്? പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലാണെങ്കിലോ ഗവർണർ ഉണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, ചില സ്റ്റേറ്റ്സിൽ മാത്രം ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. നമ്മൾ ബൈ ക്യാമറൽ ഗവൺമെന്റിനെ കുറിച്ച് പഠിച്ചില്ലേ? അതാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും. ഓക്കെ, നൗ എക്സിക്യൂട്ടീവിൽ എന്തൊക്കെയാണുള്ളത്? സെൻട്രൽ എക്സിക്യൂട്ടീവും ഉണ്ട്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവും ഉണ്ട്. സെൻട്രൽ എക്സിക്യൂട്ടീവിൽ ആരൊക്കെ വരും? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ബ്യൂറോക്രസി. ബ്യൂറോക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ ആരൊക്കെ ഉണ്ടാവും? ഗവർണർ, ചീഫ് മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇവിടെയും ബ്യൂറോക്രാറ്റ്സ് ഉണ്ട്, അതായത് ഉദ്യോഗസ്ഥ വൃന്ദം. ഓക്കെ, നൗ ജുഡീഷ്യറിയിൽ ആരൊക്കെ വരും? സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, സബോർഡിനേറ്റ് കോർട്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്.
അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി കമൻറ്റ് ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായി കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.